ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു 1 kg ചോക്ലേറ്റ് കേക്കാണ്. ടാൾ കേക്ക് ആക്കിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നല്ല ഈസി ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. ഷുഗർ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെച്ചതാണിത്. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ടാൾ കേക്കാക്കി ചെയ്യുന്നതുകൊണ്ട് 2 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂട്ടി ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗണാഷ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമാണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലൂടെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഇട്ട് കൊടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടിയ ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ലെയറിലും ഞാൻ ചോക്ലേറ്റ് ഗണാഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ലെയറും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. കേക്കിന് സൈഡിലൂടെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേക്ക്. അതിനുശേഷം മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ചുടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനുശേഷം മാത്രം കേക്കിന് മുകളിലൂടെ ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. ഗണാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഗോൾഡൻ ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ബോർഡർ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ 2 ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കാം. കേക്കിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ബാർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബാർ ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്, ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട്. അതിന് മുകളിൽ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
കേക്കിന് മുകളിൽ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കേക്കിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡെക്കറേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.